ശക്തമായ മഴയെ തുടർന്ന് ചെറുപ്പളശ്ശേരി കോട്ടക്കുന്നിൽ പല ഭാഗങ്ങളിലായി മണ്ണിടിച്ചിൽ രൂപപ്പെട്ടു. കുന്നിൻ മുകളിലുണ്ടായ മണ്ണിടിച്ചിൽ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതേ തുടർന്ന് മലയ്ക്കു താഴെ താമസിക്കുന്ന കുടുംബങ്ങൾ വലിയ ഭീതിയിലാണ്. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി നഗരസഭാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംഷിയ, വൈസ് ചെയർമാൻ C ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V അനിത, MR രാജേഷ്, കൗൺസിലർമാരായ ശ്രീജ, ഷീജ, നഗരസഭാ സെക്രട്ടറി പ്രിയ, SPB, പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് കോട്ടക്കുന്ന് മലയ്ക്ക് മുകളിലെ അപകടാവസ്ഥ നേരിട്ടെത്തി പരിശോധിച്ചത്. അപകട സാധ്യത കണക്കിലെടുത്ത് സ്ഥലം ഉടനടി സന്ദർശിച്ച് ആവശ്യമായ മുൻകരുതലുകളും അടിയന്തര നടപടികളും കൈക്കൊള്ളാൻ ജിയോളജി വകുപ്പിന് നഗരസഭാ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ തൊട്ടുള്ള മഴ കാരണം വളരെ ഭയവിഹ്വലരാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കോട്ടക്കുന്നിൻ്റെ ഏറ്റവും മുകളിൽ വലിയൊരു ഇടിച്ചിൽ ഉണ്ടായി എന്നുള്ള വിവരം കിട്ടി. ആ വിവരം കിട്ടിയതിൻ്റെ ഭാഗമായി ഞങ്ങൾ നടന്നു വന്ന ഇടിയുന്ന ഭാഗം ഏതാണെന്ന് പരിശോധിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെയുള്ള ഇതിൻ്റെ ഉടമ അൽഷിഫ എന്ന് പറഞ്ഞ മാനേജ്മെൻറ്റിൻ്റെ ഉടമയാണ്. അവർ താഴ്ത്തു നിന്ന് ഈ ടോപ്പിലറ്റം, കുന്നിൻ്റെ മുകളിലറ്റം വലിയൊരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പെയാണ് നിർമ്മിച്ചുള്ളത് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. എന്തായാലും ആ റോഡിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് താഴത്തേക്ക് പോകുന്നത്. നോക്കൂ, ആ ഇടിഞ്ഞ് താഴത്തേക്ക് പോകുമ്പോൾ താഴത്ത് മുഴുവനായിട്ട് വീടുകളുണ്ട്. ആ വീട്ടിലേക്ക് ഇനി വളരെ അടുത്ത് തന്നെ മണ്ണ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മഴ നിൽക്കുകയാണെങ്കിൽ ഈ മണ്ണ് മുഴുവൻ, ഈ റോഡിൻ്റെ മണ്ണ് മാത്രമല്ല, ഈ പോക്കാണ് പോയി കഴിഞ്ഞാൽ താഴത്ത് മുഴുവൻ അങ്ങ് ആ വീട്ടിലേക്കും ആ വീടും പോവും. അവിടെയുള്ള താമസ നിവാസികളും നഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെങ്കിൽ കോട്ടക്കുന്ന് എന്ന് പറഞ്ഞത് ഏറ്റവും മൃദുലമായ കുന്നാണ്. പാറയില്ല, വെറും മണ്ണ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു നിർമ്മാണ പ്രവർത്തനവും പാടില്ല എന്ന് പണ്ടേ തീരുമാനിച്ചാണ്. പക്ഷെ വളരെ ധിക്കാരപൂർവ്വം ഇവിടെ റോഡ് നിർമ്മിച്ചു. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, സാമൂഹ്യ സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നഗരസഭയുടെ അധികൃതർക്ക് പറയാനുള്ളത്, അടിയന്തരമായിട്ട് ഇവിടെയുള്ള ഏത് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാനും ഇവിടെ ഇപ്പോൾ ഉള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ സമ്പൂർണ്ണമായിട്ട് ആ നഷ്ടങ്ങളും ആ ബേജാറും നികത്തുന്ന രീതിക്കനുസരിച്ചിട്ട് അൽഷിഫക്കാരെ അതിൽ ക്രിയാത്മകമായിട്ട് എടുക്കണം. അല്ലെങ്കിൽ വേണ്ട നിയമ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. എൻ്റെ അടുത്ത് ചെയർപേഴ്സൻ്റെ മറ്റ് വിശദ വിവരങ്ങൾ ചെയർപേഴ്സൺ നിങ്ങൾക്ക് തരുന്നതാണ്. പ്രിയമുള്ളവരെ, 23-ാം വാർഡിലെ കോട്ടക്കുന്ന് ഭാഗത്താണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. വളരെ അപകട ഭീഷണിയിൽ തന്നെയാണെന്ന് പറയാം. കണ്ടപ്പോൾ ഇതിൻ്റെ താഴത്ത് ഒരുപാട് വീടുകൾ വസിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് ഈ ഒരു പ്രദേശം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് അവരുടെ അനധികൃതമായിട്ട് നിർമ്മിച്ച റോഡ് മൂലമാണ് ഈ ഒരു പ്രദേശം ഇത്തരത്തിലുള്ളൊരു അപകട ഭീഷണിയിൽ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇത് അടിയന്തരമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന വയനാട്ടിലെ ചൂരൽമലയോ അല്ലെങ്കിൽ ഒരു പുത്തുമലയൊക്കെ ആയി മാറാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റി അധികൃതർ എന്തായാലും ഇത് ഗൗരവത്തിലെടുത്ത് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ചെറുപ്പളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പളശ്ശേരി.